പോവുകയാണ്. ആദ്യം തന്നെ ഒരു സങ്കട വാർത്തയിലേക്കാണ്. ആലപ്പുഴ വണ്ടാനത്ത് ബൈക്കിൽ ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ ബൈക്കിൽ ലോറി തട്ടിയെന്നാണ് പ്രാഥമിക വിവരം. ഇന്നലെ രാത്രി 11:50ഓടെയായിരുന്നു അപകടം. മനീഷ് മഹിബാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, രാവിലെ തന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പങ്കുവെക്കേണ്ടി വരുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള 2 പേരാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മനീഷ്? ഷിഹാസ്, ഇന്നലെ രാത്രി ആലപ്പുഴ ദേശീയപാതയിൽ വണ്ടാനത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. രാത്രി 11:50 അപകടം ഉണ്ടായെന്നാണ് പുന്നപ്ര പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. 22കാരനും 22കാരിക്കുമാണ് ദാരുണ അന്ത്യമുണ്ടായത്. ചേർത്തല കുറുപ്പംകുളങ്ങര മട്ടുമവിളിയിൽ സുനിൽദാസിന്റെ മകൾ അച്ചു എസ് ദാസ് 20 വയസ്സാണ്. ഒപ്പം തന്നെ അർത്തുങ്കൽ അരീപ്പറമ്പ് കളത്തിൽ പറമ്പിൽ ബിനുവിന്റെ മകൻ അഖിൽ കൃഷ്ണൻ 22 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയിൽ വണ്ടാനത്ത് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുകയായിരുന്നു ഇവർ. അവിടെ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തിരികെ ബൈക്കിൽ ലോറി തട്ടിയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നിലത്ത് വീണ പെൺകുട്ടിയുടെ തലയിലൂടെ ലോറിയുടെ പിൻചക്രങ്ങൾ കയറി ഇറങ്ങി എന്ന് കൂടി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി തൽക്ഷണം അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഈ അഖിൽ കൃഷ്ണ കൂടെ ഉണ്ടായിരുന്ന അഖിൽ കൃഷ്ണയാണ് വാഹനം ഓടിച്ചത്. അഖിൽ കൃഷ്ണന്റെ ജീവനും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇവർ മാർത്താണ്ഡത്താണ്. ഈ 3ാം വർഷ ഡിഗ്രി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അച്ചു എസ് ദാസ്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴിയുള്ള ട്രെയിനിലാണ് കയറിയത്. അതുകൊണ്ടാണ് ആലപ്പുഴ ടച്ച് ചെയ്യാതുള്ള കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയ ശേഷം ചേർത്തലയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. അതായത് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചേർത്തലയിലേക്ക് ഇവർ ബൈക്ക് യാത്ര ചെയ്യുമായിരുന്നു. പെൺകുട്ടിയെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി വണ്ടാനത്തെത്തുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ITI പഠനം പൂർത്തിയാക്കി നിൽക്കുകയായിരുന്നു അഖിൽ കൃഷ്ണ. ഒപ്പം തന്നെ ഇവർ 2 പേരും അയൽവാസികളും സുഹൃത്തുക്കളുമാണ്. സംഭവത്തിൽ പുന്നപ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ലോറി സർവീസ് റോഡിലേക്ക് തിരിയവേ ബൈക്കിൽ തട്ടിയതാണ് എന്നാണ് നിലവിൽ. അതായത് ഇടതുവശത്തുകൂടി വന്ന ബൈക്കിലെ തട്ടിയെന്നാണ് പ്രാഥമിക വിവരം. മറ്റ് ദൃക്സാക്ഷി മൊഴികൾ കൂടി CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചപ്പോൾ തന്നെ ഈ ലോറി ഡ്രൈവറുടെ മൊഴി കൂടി എടുത്ത ശേഷമായിരിക്കും യഥാർത്ഥ സംഭവത്തെപ്പറ്റി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുക. എന്താണെങ്കിൽ നിലവിൽ ഈ സംഭവത്തിൽ പുന്നപ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദാരുണമായ അന്ത്യമുണ്ടായത് 22കാരനും 20കാരിക്കുമാണെന്നാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. ഇന്നലെ രാത്രി 11:50 ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. മരിച്ചത് 22ഉം 20ഉം വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ കൂടിയാണെന്നാണ് മറ്റൊരു പ്രത്യേകത. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ വണ്ടാനത്തെ അപകടം, ബൈക്കിൽ ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. ഇരുവരും സുഹൃത്തുക്കളാണ്, അയൽവാസികളുമാണ്.